ഹലോ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് ഇരാഷിൻ്റെ ഒരു ഫുൾ ഡേ റൂട്ടീനാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ രാവിലെ എണീച്ചതാണ്. എണീക്കാന്ന് വെച്ചാൽ ഒരു 10 മണിയൊക്കെ ആവും അവൻ എണീക്കുമ്പോൾ. പക്ഷേ എണീച്ചപ്പാടെ വീഡിയോ എടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവൻ എണീക്കുമ്പോൾ എന്തായാലും നല്ല മൂഡിലായിരിക്കില്ല. ഇതിപ്പോൾ ഉണ്ടല്ലോ, ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ട്, വീഡിയോ എടുക്കുക അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവനിപ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇല്ലെങ്കിൽ എണീക്കുമ്പോൾ തന്നെ പ്രശ്നമാണ്. അവൻ എണീച്ചിട്ട് കുറച്ച് നേരം ബെഡിൽ തന്നെ കിടക്കും. എന്തെങ്കിലും എന്നോട് പറയും, ഞാൻ അവനോട് എന്തെങ്കിലും പറയും. കുറച്ച് നേരം അങ്ങനെ ഒരു 10 മിനിറ്റൊക്കെ നമ്മളിങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യും. ആൾ നോട്ടിയാണ്, പറഞ്ഞതൊന്നും കേൾക്കില്ല. ഇങ്ങനെ നമ്മളെ മാന്ത് അടിക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇത് ബോയ് ബേബി ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഗേൾ ബേബി ഇങ്ങനെയാണോ എന്ന് പോലും എനിക്കറിയില്ല. പിന്നെ ആൾ നല്ല സ്നേഹമാണ്, അങ്ങനെ അടിക്കാറുമുണ്ട്, പിന്നെ നല്ല കൊഞ്ചിക്കാറുമുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ അവൻ പറഞ്ഞത് തന്നെ ആവണം, വാശിയാണ്, അങ്ങനെയൊക്കെയാണ്. ഇതിപ്പോൾ എന്നോടിങ്ങനെ ചോദിക്കുകയാണ്, എന്താ വീഡിയോ എടുക്കുന്നേ, ഞാനെന്താ ചെയ്യണ്ടേ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. മിൽക്കി വേണ ഇരാഷു ഡാഡി ഉണ്ട് ഇഷു. പിന്നെ എന്നെ കിസ്സും ഹഗ്ഗും ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല, അവൻ തന്നെ ഇങ്ങനെ ചെയ്യും. ഇപ്പോൾ നമ്മൾ അവനെ പാമ്പർ ചെയ്യുമ്പോൾ ചെയ്യൂലേ, ഇപ്പം ഞാൻ അവനെ പാമ്പർ ചെയ്യുമ്പോൾ കിസ് ചെയ്യും, ഹഗ് ചെയ്യും. അങ്ങനെ നല്ല സ്നേഹത്തിൽ എന്തെങ്കിലും വാക്കുകളൊക്കെ പറയൂലേ, ഇങ്ങനെ കൊഞ്ചിട്ട് എന്തെങ്കിലും വാക്ക് പറയൂലേ, അവനും അങ്ങനെ എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇതെൻ്റെ പൊന്നല്ലേ, കുഞ്ഞല്ലേ, മോളല്ലേ, അങ്ങനെയൊക്കെ അവനും തിരിച്ച് പറയലുണ്ട്. പിന്നെ അവനെ ഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് വാഷ്റൂമിൽ കൊണ്ടുപോവാണ്. വാഷ്റൂമിൽ പോയാൽ മതി, പിന്നെ കയ്യിൽ ബ്രഷ് കിട്ടിയാൽ റിട്ടേൺ നമ്മുടെ കയ്യിൽ തരൂല. ഇവൻ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ബ്രഷാക്കുന്നേ. ഇത് അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കാനാണ് ഭയങ്കര പാട്. പിന്നെ ബ്രഷും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാ. ആൾക്ക് മൂഡ് ഓഫ് ആയിട്ടുണ്ട്, ആൾ കരയാണ്. ഡ്രസ്സൊക്കെ ചെയ്തപ്പോഴത്തേക്കും കരയാൻ സ്റ്റാർട്ട് ചെയ്തു. രാവിലെ വീഡിയോ എടുക്കാനൊന്നും നോർമലി പറ്റാറേ ഇല്ല. രാവിലെ ആൾ മൂഡ് ഓഫ് ആയിരിക്കും. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൂടുതലും നമ്മൾ എന്താണോ കഴിക്കുന്നത് അത് തന്നെ അവനും കൊടുക്കുന്നത്. ചേഞ്ചസ് ഒന്നും വരുത്താറില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാണ് ഉമ്മാണ് കേട്ടോ വാരി കൊടുക്കുന്നത്. പക്ഷെ ഒട്ടും കഴിച്ചില്ല അവൻ, കാരണം അവനെപ്പോഴും അങ്ങനെയാണ്. രാവിലെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പാർസൽ വന്നിട്ടുണ്ടായിരുന്നു. പാർസൽ വരികയാണെങ്കിൽ അവന് ഭയങ്കര സന്തോഷമാണ് അത് വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ പാർസലൊക്കെ വാങ്ങി. ഞാൻ ഡെയിലി എന്തായാലും ഒരു എഗ്ഗ് കൊടുക്കാറുണ്ടോ. അവൻ കഴിച്ചില്ലെങ്കിലും എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് കൊടുക്കാൻ ട്രൈ ആക്കാറുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നത് അറിഞ്ഞിട്ടാണ് കഴിച്ചിട്ടൊക്കെ കാണിക്കുന്ന വീഡിയോയിൽ. ചില ദിവസങ്ങളിൽ ഇഷ്ടപ്പെട്ട് കഴിക്കാറുണ്ട്, ചില ദിവസങ്ങളിൽ കഴിക്കാറില്ല. ഞാൻ പിന്നെ അതൊന്നും വലിയ കാര്യമാക്കാറില്ല. കുട്ടികളല്ലേ, എപ്പോഴും ഒരേപോലെ ഒന്നും ഉണ്ടാവില്ല. ഇന്ന് കഴിച്ചാൽ നെക്സ്റ്റ് ഡേ കഴിക്കൂല, നെക്സ്റ്റ് ഡേ കഴിച്ചാൽ പിന്നെ അതിന് നെക്സ്റ്റ് ഡേ കഴിക്കൂല, ഇതൊക്കെ കോമൺ ആണ്. ഇവൻ ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും. പക്ഷേ ഇത് മൊത്തം നിലത്താക്കും, അല്ലെങ്കിൽ തുപ്പുക, അങ്ങനെയൊക്കെ ചെയ്യാറ്. നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പിന്നെയും കഴിച്ചോളും. പക്ഷെ അവൻ കഴിക്കുകയാണെങ്കിൽ ഒട്ടും കഴിക്കൂല. ഞാനിപ്പോൾ വിചാരിക്കുന്നുണ്ട് ഇവനെ തന്നെ കഴിപ്പിച്ച് ശീലിപ്പിക്കണം എന്നൊക്കെ. എന്ത് രഷ് അംബ്രല്ലയാ? എന്തൊക്കെ അംബ്രല്ല പിടിച്ചിനെ? മഴ വരുന്ന? ഓ, അത് അംബ്രല്ല അല്ല. എന്ത് നോക്കൂ. അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കളിക്കാണ്.
ഇവൻ നോർമലി കൂടുതൽ കളിക്കുന്ന കൂട്ടത്തിലല്ല, എല്ലാ ടോയ്സും നിലത്തിടും, പക്ഷേ അതിൻ്റെ അടുത്തിരുന്ന് കളിക്കൂല. നമ്മളിരിക്കുകയാണെങ്കിൽ ഒരു കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് ഇരിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ മൊത്തം ടൈമും നമ്മുടെ ബാക്കിൽ തന്നെ ആയിരിക്കും. പക്ഷേ ഇത് നിലത്ത് വേണം, ഇത് നമ്മൾ എടുത്ത് വെക്കാനൊന്നും വിടൂല. അങ്ങനെ കുറച്ചു നേരം കളിച്ചു. പിന്നെ കളിക്കുന്ന ഇടയ്ക്ക് അവനുണ്ടല്ലോ മൂഡ് ഓഫ് ആവാറൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് കരയലും അങ്ങനെയൊക്കെ ആവും. അവൻ പറഞ്ഞതുപോലെ തന്നെ ആവണം. കുറച്ച് ചേഞ്ചസ് വന്നാലും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും ലഞ്ച് കൊടുക്കുകയാണ്. അവനുണ്ടല്ലോ, ഇവിടെ ഒരു ആൻറ്റി ഉണ്ടായിരുന്നു, ഫാസിയുടെ ആൻറ്റി. അവർ ഞാൻ കഴിക്കാമെന്ന് പറയുക, അതുകൊണ്ട് അവൻ പെട്ടെന്ന് കഴിക്കുകയാണ്. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചു. പിന്നെ ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിവനെ കുളിപ്പിച്ചു. പിന്നെ ഹെയറിൽ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഈ ക്രീമിന് നല്ല ഫ്രേഗ്രൻസ് ആണ്, അതുകൊണ്ട് അവനും ഇഷ്ടമാണ്. പിന്നെ രാവിലെ എണീറ്റപ്പോൾ ഹെയർ ക്രീം അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് സ്കിൻ കെയർ ചെയ്യാനോ ഒന്നും ഞാൻ വിടാറില്ല. കാരണം രാവിലെ കംപ്ലീറ്റ്ലി മൂഡ് ഓഫ് ആയിരിക്കും. പക്ഷെ അതുകൊണ്ട് ഞാൻ നോർമലി ചെയ്യുന്നത് ഉച്ചക്കാണ്. ഈ ഒരു ടൈമിലാകുമ്പോൾ കുറച്ച് ഇവൻ ഓക്കെയാണ്, അതുകൊണ്ട് ഈ ടൈമിലാണ് ഞാനിതൊക്കെ ചെയ്യാറ്. കാര്യമായിട്ട് ലോഷനോ ക്രീമോ അങ്ങനെയൊന്നും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കില്ല. അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഇവനൊന്നും വിടൂല, അതുകൊണ്ട് ഞാൻ ചെയ്ത് കൊടുക്കാറില്ല, കുറവാണ്. ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കലുണ്ട്. ഇപ്പോൾ ഇന്നെന്തായാലും വീഡിയോ എടുക്കാമല്ലേ, അതുകൊണ്ട് ചെയ്യാമെന്നും വിചാരിച്ചു. ഇവൻ ഹെയർ കോംബ് ചെയ്ത് കൊടുക്കാനൊന്നും വിടൂല. ഇവൻ ഞാൻ ചെയ്യാമെന്ന് പറയാ. അങ്ങനെ ഇവനെ പിടിച്ചിരുത്തിയിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. ഇതൊക്കെ കൂടുതലും ചെയ്ത് കൊടുക്കുന്ന ഫാസിയാണ്. ഈവനിങ് ആകുമ്പോഴത്തേക്കും കുറച്ച് പുറത്ത് കൊണ്ടുപോകാറുണ്ട്. പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കിങ്ങിനൊക്കെ പോവാണ്. പിന്നെ കുറേ ദൂരമൊന്നും കൊണ്ടുപോകാറില്ല, ജസ്റ്റ് വീടിൻ്റെ അടുത്തും. പുറത്ത് പോവാന്ന് വെച്ചാൽ ഇവന് ഭയങ്കര ഇഷ്ടമാണ്. ഇവനിപ്പോൾ കരയാണെന്ന് വിചാരിക്കാം, നമ്മൾ വാക്കിങ്ങിന് പോവാം അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇവന് നല്ല ഇഷ്ടമാണ്. ഇരശു എന്താക്കുന്നേ? നീ എന്താക്കുന്നത്? നില്ലുന്നതാ? ഞങ്ങൾ എടക്ക് പോന്നെ? എടക്ക് ഷോ എടക്ക് വാക്കിംഗ് ആക്കാനാ? ആരല്ല പോന്നേ? ഉമ്മ, നീ, പിന്നെ ആരി? മമ്മ, പിന്നെ ആരി? ഞാന്, പിന്നെ ആരി? ഉമ്മ, പിന്നെ ആരി? ഉമ്മ എടക്ക് പോയി? പിന്നെ നൈറ്റായപ്പോൾ ഓൻ ഡിന്നറൊക്കെ കഴിച്ചു. പിന്നെ വീഡിയോ എടുക്കുന്നത് ഒരു 11 മണിക്കാണ് കേട്ടോ, രാത്രി. എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പോവാണ്. ഇവൻ ഉറങ്ങുമ്പോൾ എന്തായാലും 1 മണിയൊക്കെ ആവും. അപ്പോൾ വീണ്ടും ഞാൻ കുളിപ്പിക്കലുണ്ട്. ഇത് കുട്ടികളുള്ള ഉമ്മമാർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടാവാം. നമ്മൾ എത്ര വട്ടം കുളിപ്പിച്ചാലും വീണ്ടും വീണ്ടും അവരെന്തെങ്കിലും ദേഹത്താക്കും, അത് കോമൺ ആണ്. അതുകൊണ്ട് പിന്നെ ഇപ്പം ചൂടുമല്ലേ, പിന്നെ ഇവന് സ്വെറ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് എന്തായാലും കുളിപ്പിക്കേണ്ടി വരും. അങ്ങനെ രാത്രി വീണ്ടും കുളിപ്പിക്കുകയാണ്. അവനുണ്ടല്ലോ തലയിൽ വെള്ളം ഒഴിക്കുന്നത് ഇഷ്ടമല്ല. എപ്പോഴും കുളിക്കാൻ പോവാന്ന് പറയുമ്പോൾ തന്നെ ചോദിക്കും, തലയിൽ വെള്ളം ഒഴിക്കരുത് കേട്ടോ, അങ്ങനെ പറയാറുണ്ട് എന്നോട്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു.
പിന്നെ രാത്രി കിടക്കുന്ന നേരത്തും ബ്രഷാക്കി കൊടുക്കാറുണ്ട്. ഇവൻ എന്തൊക്കെ കഴിക്കുമല്ലോ, സ്വീറ്റും ചോക്ലേറ്റ്സൊക്കെ കഴിക്കാറുണ്ട്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആൾ ഫ്രഷ് ആയിട്ടുണ്ട്. അങ്ങനെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ആളെ കിടത്താൻ പോവാണ്. ഉറക്കമാണ്. ഉറക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. ഞാൻ ഉറക്കാൻ റൂമിലേക്ക് കൊണ്ടുവന്നാൽ മതി, പിന്നെ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകാനായിരിക്കും കരച്ചിൽ. അതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിപ്പോൾ പെർഫ്യൂമിൻ്റെ ബോട്ടിൽ എടുത്തതാണ്. അവന് പെർഫ്യൂം ഭയങ്കര ഇഷ്ടമാണ്. അതിനൊരു കാരണമുണ്ട്. ഇവൻ്റെ ഡാഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പെർഫ്യൂംസൊക്കെ. ഇപ്പോൾ ഫാസിയുടെ കൂടെ കൂടിയിട്ട് ഞാനും ഇറാഷും ഒക്കെ പെർഫ്യൂം ലവേഴ്സ് ആയിട്ടുണ്ട്. ഫാസി എവിടെ പോവുകയാണെങ്കിലും പുതിയ പുതിയ പെർഫ്യൂംസൊക്കെ കൊണ്ടുവരാറുണ്ട്. ഹെയറൊക്കെ കോംബ് ചെയ്തെടുത്തു. ഇവന് കുറച്ച് അധികം ഹെയർ ഉണ്ട്. ഹെയർ കട്ട് ചെയ്ത് കൊടുത്തിട്ടൊന്നുമില്ല, കുറച്ച് ഫ്രണ്ടിൽ മാത്രമേ കട്ടാക്കിയിട്ടുള്ളൂ. ഇറാഷിനോട് ഞാൻ ഉറങ്ങാൻ പറയാണ്, പക്ഷെ ഇവൻ ഞാൻ ഉറങ്ങുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കാണുന്ന നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും അത്രയും ഞാനിപ്പോൾ ഉറക്കി കൊടുക്കല്ലേ, കുറച്ച് കഴിയുമ്പോൾ ആളുറങ്ങുമായിരിക്കും എന്നല്ലേ. എന്ത് സരി അയച്ചു ക്ലോസ് ആക്ക്, കൈ കാണിക്ക്, അയച്ചു ക്ലോസ് ആക്കിട്ടാ. ഉറങ്ങാൻ കിടന്ന ബേബിയാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും റൂമിൽ നിന്ന് പുറത്ത് വന്നിട്ട് കാറിൽ കളിക്കുന്നത്. ഇവൻ ജസ്റ്റ് ഗ്യാപ്പ് കിട്ടിയാൽ മതി, അപ്പം തന്നെ പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ മിണ്ടാതിരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിടിച്ചിട്ടാണ് അകത്തേക്ക് കൊണ്ടുപോകുന്നത്. എന്തായാലും കുറച്ച് കരച്ചിലൊക്കെ ഉണ്ടാവും എന്തായാലും ഉറങ്ങുമ്പോൾ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആളുറങ്ങിയിട്ടുണ്ട്. മാഷാ അല്ലാ. ഇതൊക്കെയായിരുന്നു ഇറാഷിൻ്റെ 1 ഡേ റുട്ടീൻ. ഇൻഷാ അല്ലാ പുതിയൊരു വിശേഷവുമായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.